കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മാങ്ങയും വെളുത്തുള്ളിയും നാരങ്ങയും എല്ലാം വെച്ച് നമ്മളെപ്പോഴും അച്ചാർ തയ്യാറാക്കാറില്ലേ? എന്നാൽ മുന്തിരിങ്ങ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാം. ഞാൻ വേറൊരു വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല കൊതിപ്പിക്കുന്ന രുചിയാണ് കേട്ടോ ഈ അച്ചാറിന്. അതിനായി കുറച്ച് മുന്തിരിങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പുളിയാണ് കേട്ടോ ഇതിന്. അതുകൊണ്ട് ഒന്നുപോലും പച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. മുന്തിരിയിലൊക്കെ വളരെയധികം കീടനാശിനിയൊക്കെ അടിക്കുന്നുണ്ട് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ വെള്ളത്തിൽ പലതവണ കഴുകിയിട്ട് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളത്തിൽ കുറച്ച് വിനാഗിരി കൂടി ഇട്ട് കുറേ നേരം വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റണം. ഇതെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ, സിമ്മിലിട്ട്. ഇനി അതിലേക്ക് അല്പം ഉലുവപ്പൊടിയാണ് വിതറിയിട്ടുള്ളത്. ഒന്ന് വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വേണ്ടല്ലോ, നമുക്കൊരു കുറുകിയ ചാറോട് കൂടിയിട്ടല്ലേ വേണ്ടത്. ഞാൻ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഇതിലേക്ക്. ഒന്ന് തിളച്ച് വരട്ടെ. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണേ. ഇനി മുന്തിരിങ്ങ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് കീറി വെച്ചാലും മതി. ഞാനിങ്ങനെ ഒന്ന് നെടുകെ കട്ട് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർക്കണേ. മുന്തിരിങ്ങയുടെ തോലിനൊക്കെ കുറച്ച് കട്ടിയുണ്ട്, എന്നാലും ഞാൻ കൂടുതലങ്ങ് തിളപ്പിക്കണില്ല. ഇതൊക്കെ കുറച്ച് സമയം ഇരുന്നാൽ അലിഞ്ഞോളുമല്ലോ. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ശർക്കര ഒന്ന് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കി അതിൽ പൊടിയെല്ലാം അരിച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. പുളിയോട് കൂടിയിട്ടുള്ള അച്ചാറാണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കാം. മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടി യോജിച്ച് നല്ല ടേസ്റ്റുള്ള മുന്തിരിങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റാണ്. ഒരു വെറൈറ്റിയും കൂടിയല്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമോ.